Welcome to the part 5 video of module 1 Metallurgy and Materials Engineering. Myself Shambhu Jayachandran, Assistant Professor, Mechanical Department, SNIT, Adur. Now we are discussing with another type of characteristic of a unit cell, that is atomic packing factor. So what is atomic packing factor? It is the ratio of volume of atoms per unit cell to the total volume occupied by the unit cell. അതായത് ഒരു റേഷ്യോ ആണത്. അതെന്താണ് റേഷ്യോ? ഒരു ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് സെല്ലിൽ ഒക്കുപ്പൈ ചെയ്തിട്ടുള്ള ആറ്റത്തിൻ്റെ വോളിയവും വിത്ത് റെസ്പെക്റ്റ് ടു ആ യൂണിറ്റ് സെല്ലിൻ്റെ ടോട്ടൽ വോളിയം. ഓക്കെ, അപ്പം സ്മോൾ വി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് എന്താണ്? വോളിയം ഓഫ് ആറ്റംസ് ഒക്കുപ്പൈഡ് ഇൻ എ യൂണിറ്റ് സെൽ. ക്യാപിറ്റൽ വി ഒ ആ യൂണിറ്റ് സെല്ലിൻ്റെ ടോട്ടൽ വോളിയം. ഓക്കെ, ഇപ്പോൾ നോക്കി നമുക്ക് സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൻ്റെ, അതായത് SC സ്ട്രക്ചറിൻ്റെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്തോ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ അറിയാം, എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എത്രയാണ്? ക്യൂബിക് ലാറ്റിസ് സിമ്പിൾ ക്യൂബിക്കിന് 1 ആണല്ലേ. 8 കോർണേഴ്സിലും 1/8 ആറ്റംസ് വെച്ചിട്ട് 1. അപ്പം വോളിയം ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്ന് പറയുമ്പം ഒരു ആറ്റം ഒരു സ്പിയർ ആയിട്ടല്ലേ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്പിറിക്കൽ ആറ്റത്തിൻ്റെ വോളിയം എന്തായിരിക്കും? 4/3 πr³. ഈ യൂണിറ്റ് സെല്ലിൽ ഒറ്റ നമ്പർ ഓഫ് ആറ്റം അല്ലേ ഉള്ളൂ. അപ്പോൾ 4/3 πr³ ആണ് വോളിയം ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ആയിട്ടുള്ള വി എന്ന് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് സൈഡ് ഓഫ് എ യൂണിറ്റ് സെൽ എന്തോ ആയിട്ട് കൺസിഡർ ചെയ്യാം? എ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒരു വോളിയം ഓഫ് യൂണിറ്റ് സെൽ എന്തായിരിക്കും? യൂണിറ്റ് സെൽ എപ്പോഴും ഒരു സ്ക്വയർ, ഒരു ക്യൂബിക്കൽ ഷേപ്പാണല്ലോ. അപ്പോൾ വോളിയം ഓഫ് യൂണിറ്റ് സെൽ എന്താണ്? A³. ഓക്കെ, ഇനി അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്തോ നോക്കാം. അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്തുവാണ്? വോളിയം ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ ടു ദ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 4/3 πr³ ബൈ A³ എന്ന് പറയാം അല്ലേ. ഇനി നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന എന്തുവാ? R എന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന് അല്ലേ. അതായത് അറ്റോമിക് റേഡിയസ് ഓഫ് സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തുവായിരിക്കും? R = A/2 അല്ലെങ്കിൽ A = 2R. ഇത് നമുക്കറിയാമല്ലോ അറ്റോമിക് റേഡിയസ്. ഇത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്തോ കിട്ടും നമുക്ക്? 4/3 π R-ന് A/2 ആയിട്ട് A³/2³ അല്ലേ. 2³ എന്ന് പറയുമ്പോൾ 8 ബൈ A³. A³ കട്ട് ചെയ്ത് പോകുമല്ലോ. അപ്പോൾ എന്തോ കിട്ടും? ഈ 4ഉം ഈ 8ഉം കട്ട് ചെയ്യും, ഇവിടെ 2. അപ്പോൾ എന്തോ കിട്ടി? π/6 എന്ന് കിട്ടി. അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാം? 0.5238 or approximately equal to 0.52. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക? അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഓഫ് സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ അങ്ങനെ കിട്ടി? 0.52. ഓക്കെ, ഒന്നും കൂടെ ഞാൻ പറയാം. അപ്പോൾ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൻ്റെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടറാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക എനിക്ക് വോളിയം ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ലും വേണം, വോളിയം ഓഫ് ദി യൂണിറ്റ് സെല്ലും വേണം. ഒരു സിമ്പിൾ ക്യൂബിക്കിൽ ഒരു ആറ്റം ഉണ്ട്, അതുകൊണ്ട് വോളിയം ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്തോ കിട്ടി? 4/3 πr³ എന്ന് കിട്ടി. അതേപോലെ വോളിയം ഓഫ് യൂണിറ്റ് സെൽ, ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ഒരു എഡ്ജ് A ആയതുകൊണ്ട് വോളിയം ഓഫ് യൂണിറ്റ് സെൽ എന്തോ ആയി? A³ ആയി അല്ലേ. അപ്പോൾ എനിക്ക് എന്തോ സംഭവിച്ചു? അറ്റോമിക് പാക്കിംഗ് ഫാക്ടറിന് സ്മോൾ v ബൈ ക്യാപിറ്റൽ V. സ്മോൾ v എന്താണ്? 4/3 πr³, ക്യാപിറ്റൽ V A³. നമ്മൾ നേരത്തെ അറ്റോമിക് റേഡിയസിൻ്റെ റിലേഷൻ കണ്ടുപിടിച്ചപ്പോൾ എന്തോ സംഭവിച്ചു? R = A/2 ആണെന്ന് മനസ്സിലായി എനിക്ക് സിമ്പിൾ ക്യൂബിക്കിന് അല്ലേ. അപ്പോൾ എന്താണ്? R = A/2 ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ R-നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ A/2 ദ ഹോൾ ക്യൂബ് എന്ന് വന്നു അല്ലേ. അവിടെ ഇപ്പോൾ എന്തോ സംഭവിച്ചു? A³/2³ എന്ന് പറഞ്ഞാൽ 8 ആയി. 4ഉം കട്ട് ചെയ്ത് പോയി, 4ഉം 8ഉം കട്ട് ചെയ്തു, A³ കട്ട് ചെയ്തു, എല്ലാം അവസാനം എനിക്ക് എന്ത് കിട്ടി? 0.52 എന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.52 ആണ്. ഏതിനാണ്? സിമ്പിൾ ക്യൂബിക്കിന്. ഓക്കെ, ഇനി നോക്കിയാൽ ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിൻ്റെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്.
നമുക്കറിയാം നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ബോഡി സെൻറ്ററായിട്ട് ഒരു ആറ്റവും 8 കോർണേഴ്സിലായിട്ടും കൂടി ഒരു ആറ്റവും കൂടി ചേർന്ന് ടോട്ടൽ 2 ആറ്റമാണ് ഒരു ബോഡി സെൻറ്റർ യൂണിറ്റ് സെല്ലിനകത്തുള്ളത്. അതിനകത്ത് തന്നെ അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കാം? വോളിയം ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ കണ്ടുപിടിച്ചൂടെ? അത് 4/3 πr³ ആണ് ഒരാറ്റത്തിൻ്റെ വോളിയം. അപ്പോൾ എന്ത് ടോട്ടൽ എത്ര ആറ്റം ഉണ്ട് ഈ യൂണിറ്റ് സെല്ലിനകത്ത്? 2 ആറ്റം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയാം? 2 × 4/3 πr³ എന്ന് പറയാം, അല്ലെങ്കിൽ 8/3 πr³ എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയാം? സൈഡ് ഓഫ് എ യൂണിറ്റ് സെൽ എ എന്ന് പറഞ്ഞാൽ എന്താണ്? 4r/√3 അല്ലേ? അത് നമുക്ക് എവിടെ നിന്ന് കിട്ടിയത്? നേരത്തെ അറ്റോമിക് റേഡിയസ് കണ്ടുപിടിച്ചായിരുന്നു നമ്മൾ ബോഡി സെൻറ്ററിൻ്റെ അല്ലേ? അവിടെ നമുക്ക് എന്ത് കിട്ടി? A = 4r/√3 എന്ന് കിട്ടി. നമുക്കറിയാമല്ലോ. ഇനി നമുക്ക് എന്താ വേണം? വോളിയം ഓഫ് എ യൂണിറ്റ് സെൽ വേണം അല്ലേ? വോളിയം ഓഫ് എ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? A³. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചൂടെ? അത് കണ്ടുപിടിക്കാൻ സ്മോൾ v/B. സ്മോൾ v എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ് യൂണിറ്റ് സെൽ, വോളിയം ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. അത് നമുക്ക് എത്ര? 8/3 πr³ എന്നറിയാം. അപ്പോൾ 8/3 πr³ ബൈ A³. അപ്പോൾ ഈ A എന്താണ് നമുക്ക്? 4r/√3. കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? = 8/3 πr³ ബൈ 4r³ ബൈ √3³ അല്ലേ? ഇതിനെ നമുക്ക് ഇവിടെ എടുത്ത് എഴുതിക്കൂടെ? ഒന്നും കൂടെ 8/3 πr³ ബൈ 4 × 4 × 4, അതായത് 4³ എക്സ്പാൻഡ് ചെയ്തേക്കുക, × r³. ഈ ഡിനോമിനേറ്ററിലുള്ളത് പിന്നെ മുകളിൽ പോകും അല്ലേ? √3 × √3 × √3. ഈ √3³ ഞാൻ മുകളിലോട്ട് കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താ വീണ്ടും ഇത് റീഅറേഞ്ച് ചെയ്യാം. r³ വെട്ടിപ്പോയി അല്ലേ? ഈ ന്യൂമറേറ്ററിലുള്ള 4ഉം ഡിനോമിനേറ്ററിലുള്ള 4ഉം വെട്ടിക്കൂടെ? 8ഉം 4ഉം കൂടെ. അപ്പോൾ എന്തോ പറയാം നമുക്ക്? ഇവിടെ 2 വന്ന് ഇവിടെ 4, ഒരു 4 പോയി അല്ലേ? പിന്നെ എനിക്ക് 2നെ വീണ്ടും വെട്ടാം, ഇവിടെ വീണ്ടും ഒരു 2 ആക്കാം അല്ലേ? അപ്പോൾ എന്തോ എനിക്ക് ചുരുക്കം പറഞ്ഞാൽ ഒന്നും കൂടെ എടുത്ത് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഈ 3ഉം 3ഉം കൂടെ എനിക്ക് √3 കൂടെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 3 ആയിട്ട് എഴുതിക്കൂടെ? ഓക്കെ, അപ്പം 3√3 π ബൈ 8 എന്ന് വന്നു. ഈ 3 താഴെ എടുത്തിറക്കണ്ടേ? × 3. ഇനി എനിക്ക് 3ഉം 3ഉം വെട്ടിപ്പോകത്തില്ലേ? അപ്പോൾ എന്തോ കിട്ടും? π√3/8 എന്ന് വന്നു. ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? 0.68 എന്ന് പറയും. അപ്പോൾ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഓഫ് ബോഡി സെൻറ്റർ എത്രയാണ്? 0.68. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഓഫ് ബോഡി സെൻറ്റർ ക്യൂബിക് സെല്ലാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോയത്. അപ്പോൾ നമ്മൾ ആദ്യം എന്തോ ഇത് എത്ര യൂണിറ്റ് സെൽ, എത്ര ആറ്റംസ് ആ യൂണിറ്റ് സെല്ലിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ആറ്റംസിൻ്റെ മൊത്തത്തിൽ എത്ര വോളിയം ആ ക്യൂബിക് സെല്ലിനകത്തുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ സൈഡ് എത്രയാണെന്ന് നമുക്കറിയാം. 4r/√3 ആണെന്നറിയാം. നേരത്തെ അറ്റോമിക് റേഡിയസിൻ്റെ ഡെറിവേഷനിൽ അല്ലെങ്കിൽ ഡിറൈവ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്മോൾ v/V അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്തെടുത്തു. അപ്പോൾ സ്മോൾ v എന്ന് പറഞ്ഞാൽ 8 πr³ ആണെന്നറിയാം. ക്യാപിറ്റൽ B എന്ന് പറഞ്ഞാൽ സ്മോൾ a³ ആണെന്നറിയാം. നമ്മൾ എക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എല്ലാം കൂടെ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0.68 എന്ന് പറഞ്ഞാൽ അറ്റോമിക് ഫാക്ടർ കിട്ടി, അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം ഫേസ് സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെൽ അല്ലേ? അപ്പോൾ ഫേസ് സെൻറ്റേഡ് ക്യൂബിക് സെല്ലിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ നമ്മൾ പഠിച്ചതാണ് 4. ഓരോ ഫേസിലും ഹാഫ് ആറ്റംസ് വെച്ചിട്ട് 6 ഫേസിലും കൂടെ കൂട്ടി 3 ആറ്റവും, പിന്നെ ഓരോ കോർണറിലും 1/8 ആറ്റംസ് വെച്ച് ടോട്ടൽ 1 ആറ്റവും. അപ്പോൾ ടോട്ടലി 4 ആറ്റംസാണ് എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസിനെ ഫേസ് സെൻറ്റേഡ്. ഓക്കെ, അതുകൂടാതെ നമുക്ക് എന്താ പറയാം? അറ്റോമിക് റേഡിയസും യൂണിറ്റ് സെല്ലിൻ്റെ സൈഡ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ അറിയാം. A = 4r/√2 ആണെന്ന് അറിയാം. ഓക്കെ, നമ്മൾ നമ്പർ ഓഫ് യൂണിറ്റ് സെൽ കണ്ടുപിടിച്ചിട്ട് വോളിയം ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്തോ 4 × വോളിയം ഓഫ് 1 ആറ്റം അല്ലേ? 4/3 πr³ × 4 എന്തോ കിട്ടി? 16 πr³ കിട്ടി, /3 എന്ന് കിട്ടി. ഇനി വോളിയം ഓഫ് യൂണിറ്റ് സെൽ എത്ര? A³ ആണെന്നറിയാം. ഞാൻ എന്തോ എടുത്ത് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ എന്തോ സംഭവിക്കും? സ്മോൾ v എന്ന് പറഞ്ഞാൽ 16 πr³ /3 ആണെന്നറിയാമല്ലോ. അത് ക്യാപിറ്റൽ V എന്ന് പറഞ്ഞാലോ
എ ക്യൂബ്. എ എന്തുവാണ്? 4r/√2. ഞാൻ അടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ 16πr³. ഈ 3 എനിക്ക് ഡിനോമിനേറ്റർ കൊണ്ടുവന്നൂടെ? ഓക്കെ, 3 × 4³ r³/√2 the whole cube. ഓക്കെ, ഞാൻ എന്തോ ചെയ്തു? എന്നെ വീണ്ടും എക്സ്പാൻഡ് ചെയ്തു. 4 × 4 ആണ് 16. അപ്പോൾ ഇതിനകത്ത് 2 4ഉം പോകത്തില്ലേ? അവിടെ നിന്ന് ഇവിടെ ഒന്നുമില്ല. ഇവിടെ എന്തോ ചെയ്ത് 2 4 പോയി, ശിഷ്ടം ഒരു 4 ബാക്കി അല്ലേ? r³ വെട്ടി പൊക്കൂടെ. അപ്പോൾ എന്തോ കിട്ടും എനിക്ക്? 2√2/12 എന്ന് കിട്ടും. 2√2π/12 എന്ന് കിട്ടും. ഇതെനിക്ക് വീണ്ടും കട്ട് ചെയ്തൂടെ? വീണ്ടും കട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 2ഉം 2ഉം മറ്റേ 6 ആയി. അപ്പോൾ എനിക്ക് എന്തോ എഴുതാം? അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ = √2/6π. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 0.74. അപ്പോൾ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഓഫ് FCC നമുക്കെന്താ പറയാം? അല്ലെങ്കിൽ ഫേസ് സെൻറ്റർഡ് ക്യൂബിക് സെൽ നമുക്കെന്താ പറയാം? 0.74 എന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ആദ്യം നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് ടോട്ടൽ വോളിയം നമ്മൾ മനസ്സിലാക്കി. ഒരെണ്ണത്തിൻ്റെ വോളിയം കണ്ടുപിടിച്ചു, അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതിന് യൂണിറ്റ് സെല്ലിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം. A = 4r/√2 ആണെന്നറിയാം. നമ്മളെന്തോ ചെയ്ത്? സ്മോൾ v/V സ്മോൾ വിക്ക് 16πr³/3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്തു. ക്യാപിറ്റൽ വിക്ക് യൂണിറ്റ് സെല്ലിൻ്റെ വോളിയമായിട്ടുള്ള A³ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ എയിൽ എന്തോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? 4r/√2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം നമുക്ക് വെട്ടിപ്പോയി. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം തൊട്ടി 0.74 എന്ന് കിട്ടി. അപ്പോൾ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഓഫ് ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മൾ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഓഫ് ഹെക്സാഗണൽ ക്ലോസ്ഡ് ബാക്ക് സ്ട്രക്ചറിൻ്റെ, അതായത് HCC സ്ട്രക്ചറിൻ്റെ കണ്ടുപിടിക്കാൻ പോകും അല്ലേ? അപ്പോൾ HCC സ്ട്രക്ചറിന് ടോട്ടലി എത്ര ആറ്റംസ് ഉണ്ടായിരുന്നു? ഒരെണ്ണത്തിനകത്ത് 6 ആറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളിവിടെ ആദ്യം വോളിയം ഓഫ് യൂണിറ്റ് സെല്ലാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണൊരു യൂണിറ്റ് സെൽ അല്ലേ? ഹെക്സാഗണൽ ക്ലോസ് ബാക്കിൻ്റെ യൂണിറ്റ് സെല്ല്. ഈ യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ എന്തോ ചെയ്യണം? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ പോരെ? ഇത് ഹൈറ്റ്. ഇതിൻ്റെ ഈ ബേസ് ഹെക്സഗണൽ ഷേപ്പിലുള്ള ബേസിൻ്റെ ഏരിയ കിട്ടിയിട്ട് അതിനെ ഈ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്തോ കിട്ടും? ഇതിൻ്റെ ടോട്ടൽ വോളിയം കിട്ടും അല്ലേ? അതിന് ശേഷമാണ് നമ്മൾ ആറ്റത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കാവുന്നത്. ആദ്യം നമ്മളിവിടെ എന്തോ നേരത്തെ കേസിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യം നമ്മളിവിടെ സെല്ലിൻ്റെ വോളിയം ആദ്യം കണ്ടുപിടിക്കാൻ പോകും. ഓക്കെ, അപ്പോൾ ബേസ് ഏരിയ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ബേസ് ഏരിയ കണ്ടുപിടിക്കണം. ആ ബേസ് മാത്രമായിട്ട് ഞാൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ തൊട്ട് ഒരു ഹെക്സഗണ അല്ലേ? ഈ ഹെക്സഗണെ 6 ചെറിയ ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്തേക്കുക. അതെന്തായിരിക്കും? ആ ഹെക്സഗണെ അതായത് 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആയിട്ട് ഈ ഹെക്സഗണെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തു അല്ലേ? ഇക്വലാറ്ററൽ ട്രയാങ്കിൾസിൻ്റെ എല്ലാ ഡയമെൻഷൻസും സെയിം ആണ്. ഓക്കെ, അപ്പം ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ അതിനെ മൾട്ടിപ്ലൈ ഇൻറ്റു 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ടോട്ടൽ ഹെക്സഗണിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളായിട്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. അപ്പോൾ അവിടെ എന്തോ സംഭവിച്ചേക്കുന്നത്? ഈ ബേസ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ഒരു ലെങ്ത് അല്ലേ A എന്ന് പറയുന്നത്? അതായത് ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ഒരു എഡ്ജ് ലെങ്ത് അല്ലേ ഈ A എന്ന് പറയുന്നത്? അപ്പം അതിൻ്റെ ബേസ് എന്ന് ഈ ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ A. അതുകൂടാതെ ജസ്റ്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു ലൈനും A ആണ്, ഈ ഒരു ഇന്നും A ആണെന്ന് മനസ്സിലാവും. കാരണം എന്താ? ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ് അല്ലേ? ഇതിന് 2 ആംഗിൾസ് 60 ആണല്ലോ, അതിനൊന്നും സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഏരിയ ഓഫ് ദ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ, അപ്പോൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ തന്നെ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, അപ്പോൾ 1/2 ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ A നമുക്കറിയാം. ഹൈറ്റ് എന്ന് പറഞ്ഞാലോ ഈ ഒരു പോർഷൻ അല്ലേ, ഈ ഒരു ലൈൻ. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ എനിക്ക് ട്രിഗണോമെട്രി അപ്ലൈ ചെയ്താൽ പോരെ? ഈ ഇത്രയും പോർഷൻ അതായത് എക്സ് വൈ ഇസഡ് ഞാൻ അപ്ലൈ ചെയ്താൽ, ഈ എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇസഡ് കോസ് 60യും വൈ ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സ് ഇസഡ് സൈൻ 60 അല്ലേ? അതായത് അഡ്ജസ്റ്റഡ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ നമുക്ക് എന്താ പറയാം? ഹൈറ്റിനെ എക്സ് വൈയെ നമുക്ക് എന്താ പറയാം?
എ സൈൻ 60 എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ സ്ക്വയർ സൈൻ 60/2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ടോട്ടൽ ഏരിയ ഓഫ് ഹെക്സഗൺ എന്ന് പറയുമ്പം 6 ഇൻറ്റു ഈ ഒരു ചെറിയൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലേ, ഇൻറ്റു എ സ്ക്വയർ ബൈ 2 സൈൻ 60. അപ്പോൾ എന്താ 3 എ സ്ക്വയർ സൈൻ 60 അതിൻ്റെ ബേസ് ഏരിയ. ഓക്കെ, അപ്പോൾ നമുക്കിനി ടോട്ടൽ വോളിയം ഓഫ് ദി യൂണിറ്റ് സെല്ല അറിയേണ്ടത്. ആ യൂണിറ്റ് സെല്ലിൻ്റെ ടോട്ടൽ അതിനെന്താ നമ്മൾ ബേസ് ഏരിയ ഹെക്സഗണിൻ്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ യൂണിറ്റ് സെല്ല അല്ലേ. ഇപ്പോൾ ഹെക്സഗണിൻ്റെ ഏരിയ നമുക്ക് എന്താ കിട്ടിയേ? 3 എ സ്ക്വയർ സൈൻ 60 എന്ന് കിട്ടി. ഇൻറ്റു എത്രയാണ്? ഹൈറ്റ് നമ്മൾ എച്ച് ആയിട്ടാണ് അവിടെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ക്യാപിറ്റൽ വി. ഇനി എനിക്ക് എന്താ വേണം? സ്മോൾ വി വേണം അല്ലേ. അപ്പോൾ സ്മോൾ വി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എത്ര ആറ്റംസ് ഈ ഹെക്സഗണൽ പാക്കിങ്ങിനുണ്ടെന്ന് അറിയണം അല്ലേ. നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ് അവിടെ? 6 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്പർ ഓഫ് ആറ്റംസ് 6 ആണ്. അപ്പോൾ സ്മോൾ വി എന്ന് പറയുമ്പോൾ എന്തോ ചെയ്യും? 6 ഇൻറ്റു വോളിയം ഓഫ് 1 ആറ്റം അല്ലേ, 4/3 പൈ ആർ ക്യൂബ്. ഓക്കെ, അപ്പോൾ ഈ 3 6ഉം വെട്ടിപ്പോകുമ്പോൾ എന്ത് കിട്ടും? 2 കിട്ടും, 8 പൈ ആർ ക്യൂബ്. ഓക്കെ, ഇനി നമുക്ക് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു സ്മോൾ വി ബൈ ക്യാപിറ്റൽ വി, ദാറ്റ് ഇസ് ഈക്വൽ ടു 8 പൈ ആർ ക്യൂബ് ബൈ 3 എ സ്ക്വയർ സൈൻ 60 ഇൻറ്റു എച്ച്. ഓക്കെ, ഇനി എന്തോ ചെയ്യണം? നമുക്ക് ഈ എ ആറിൻ്റെ ടേംസിലാക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് നേരത്തെ എങ്ങനെ അറിയാം? അറ്റോമിക് റേഡിയസ് വഴി നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് എ ഇസ് ഈക്വൽ ടു 2r ആണെന്ന് അല്ലേ. അപ്പോൾ നമ്മളെടുത്ത് ഇവിടെ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു 8 പൈ ആർ ക്യൂബ് ബൈ 3 ഇൻറ്റു 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9. എക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 2r. ഓക്കെ, അത് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 2 സ്ക്വയർ 4 ആർ സ്ക്വയർ സൈൻ 60 ഇൻറ്റു എച്ച്. ഓക്കെ, ആർ സ്ക്വയർ ആർ ക്യൂബും വെട്ടിപ്പോകുമ്പോൾ റിമൈനിങ് ആർ, 4ഉം 8ഉം വെട്ടുമ്പോൾ റിമൈനിങ് 2. അപ്പോൾ എന്തോ എഴുതാം? 2 പൈ ആർ ബൈ 3 സൈൻ 60 എച്ച്. അപ്പോൾ നോക്കി APF അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് കിട്ടി 2 പൈ ആർ ബൈ 3 സൈൻ 60 എച്ച് എന്ന് കിട്ടി. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ആറിൻ്റെ ടേംസ്, ഇനി എനിക്ക് എയുടെ ടേംസിലാണെങ്കിലോ എന്തോ എഴുതാം? ആർ ഇസ് ഈക്വൽ ടു എ ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്തോ കിട്ടും? APF ഇസ് ഈക്വൽ ടു 2 വെട്ടിപ്പോയി പൈ എ ബൈ 3 സൈൻ 60 എച്ച് വരും. ഓക്കെ, അപ്പോൾ ഇത് ഏതിനാണെങ്കിലും നമുക്ക് എടുക്കാം. ഇനി എനിക്ക് ഇങ്ങനെ വെച്ചിട്ട് കാര്യമുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് ക്വാണ്ടിറ്റി വേണം അല്ലേ. അപ്പോൾ ഇൻ മോസ്റ്റ് കോമൺ കേസസിൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ H/Aയുടെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.633 ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഹെവിലി ക്ലോസ്ഡ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സിന് വരുന്ന ഒരു റേഷ്യോ ആണ് 1.63. അപ്പോൾ ഈ 1.63 ആണ് നമുക്കറിയാം നോർമൽ കേസിൽ. അത് നമ്മൾ എന്ത് ചെയ്ത് ഈ A/Hൽ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെ H/A ഇതാണെങ്കിൽ A/H നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവസാനം AP = 0.74 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തോ കിട്ടി? ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൻ്റെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ കിട്ടി. ഓക്കെ,
അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ നമ്മൾ എന്തോ ആദ്യം യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്തു. ബേസ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആ ഹെക്സഗണിനെ മാത്രമായിട്ട് ആ ബേസിനെ മാത്രമായിട്ട് എടുത്തിട്ട് 6 ഇക്വലാറ്റർ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ച്. എങ്ങനെയാണ്? ബേസ് ഇൻറ്റു ഹൈറ്റ്. 1/2 ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ സൈഡ് ലെങ്ത് യൂണിറ്റ് സെല്ലിൻ്റെ ലെങ്ത് ആയിട്ടുള്ള എ ആണെന്നറിയാം. ഈ സെൻറ്ററിലെ ഹൈറ്റ് കണ്ടുപിടിക്കുന്നത് എ സൈൻ തീറ്റ. ട്രിഗണോമെട്രിക് റിലേഷൻ വെച്ചിട്ട് എ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് സൈഡായ ഈ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള കിട്ടി. നമുക്ക് എന്ത് ചെയ്തു? 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്തു. അപ്പോൾ എന്ത് A² സൈൻ 60/2 എന്ന് കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്തു? അതിനുശേഷം നമ്മൾ ടോട്ടൽ 6 ട്രയാങ്കിൾസ് ഉള്ളതുകൊണ്ട് 6 ഇൻറ്റു A² സൈൻ 60/2 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ ഏരിയ ഓഫ് ദ ബേസ് കിട്ടി. ഇനി ടോട്ടൽ ഏരിയ കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്ത്? ടോട്ടൽ വോളിയം ഓഫ് ദ യൂണിറ്റ്സിൽ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്തു. ബേസ് ഏരിയ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലോ, അത് ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ യൂണിറ്റ്സിൽ നമ്മൾ നേരത്തെ ഡിസ്ക്രൈബ് ചെയ്ത് H ആയിട്ട് കൺസിഡർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ടോട്ടൽ വോളിയം അതായത് ക്യാപിറ്റൽ V ഓഫ് ദ യൂണിറ്റ് സെല്ല് കണ്ടുപിടിച്ചു. ഇനി സ്മോൾ v അല്ലേ, അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ അറിയണം. അത് 6 ആണ് ഹെക്സാഗണൽ ക്ലോസ് പാക്കിങ്ങിന്. ഒരു ആറ്റത്തിൻ്റെ വോളിയം തന്നെ 4/3 πr³ ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം 8 πr³ എന്ന് കിട്ടി. എന്ത് ചെയ്തു? അറ്റോമിക് പാക്കിംഗ് ഫാക്ടറായ സ്മോൾ v ബൈ ക്യാപിറ്റൽ V എടുത്തിട്ടു നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു ഫോർമുല വന്നു. അതിനകത്ത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്ന അറ്റോമിക് റേഡിയസ് A = 2r ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി? അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് πa/3 sin 60h അല്ലെങ്കിൽ 2πr/3 sin 60h ആണെന്ന് മനസ്സിലാക്കി. എനിക്കറിയാം നോർമലി ഒരു ഹെവിലി ക്ലോസ്ഡ് പാക്കായിട്ട് ഐഡൻറ്റിക്കൽ ആറ്റംസ് ഉള്ള ഒരു ഹെക്സാഗണൽ ക്ലോസ് പാക്കിങ്ങിന് H/Aയുടെ റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് നേരത്തെ. അത് എത്രയാണ്? 1.633 ആണെന്ന് പറയും. ആ 1.633 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ 0.74 എന്ന് കിട്ടും. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്തത് വോയിഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടറിസ്റ്റിക്കിലേക്ക് പോവാം, അല്ലെ യൂണിറ്റ് സെല്ലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കിലേക്ക്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. അപ്പോൾ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ഒരു റേഷ്യോ ആണല്ലേ, വോളിയം ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ ടു ദ ടോട്ടൽ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ. അപ്പോൾ അവിടെ എന്തുവാണെന്ന് അവിടെ നമുക്ക് കൺവേ ചെയ്യുന്നത് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുമ്പം ഒരു യൂണിറ്റ് സെല്ല് എത്ര എഫിഷ്യൻ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ആ യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം ഫിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആ യൂണിറ്റ് സെല്ലിനകത്ത് എത്രത്തോളം പാക്ക് ചെയ്തിട്ടുണ്ട് ആറ്റംസ്. അപ്പം പാക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ കുറേ ഗ്യാപ്സ് വരത്തില്ല ഈ ആറ്റംസ് പറക്കിയിടുന്നതിൻ്റെ എല്ലാം ഇടയിൽ. ആ ഗ്യാപ്പിനെയാണ് നമ്മൾ വോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ വോയിഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ദ വോയിഡ് സ്പേസ് ഓർ സ്പേസ് കെപ്റ്റ് അൺഫിൽഡ് ഇൻ എ യൂണിറ്റ് സെല്ലിനെയാണ് എന്ത് പറയുന്നത്? വോയിഡ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പം അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്തുവാണ്? എത്രത്തോളം സ്പേസ് അവിടെ ഫിൽഡ് ആയിട്ടുണ്ടെന്ന്. അപ്പം നമുക്ക് എന്ത് പറയാം? ഈ യൂണിറ്റ് സെല്ലിനെ ഒരു സിംഗിൾ യൂണിറ്റാക്കി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ അല്ലെങ്കിൽ യൂണിറ്റ് സെല്ല് 1 ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നിന്ന് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ വോയിഡ് സെല്ല് കിട്ടത്തില്ലേ? അതായത് ആ യൂണിറ്റ് സെല്ലിൻ്റെ ടോട്ടൽ വോളിയത്തിൽ നിന്ന് അതിൻ്റെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ആ ഗ്യാപ്പ് വന്ന ഏരിയ കിട്ടത്തില്ലേ? അപ്പോൾ നമുക്ക് എന്താ പറയാം? വോയിഡ് സ്പേസ് = 1 - അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. ഓക്കെ, നമ്മൾ സിമ്പിൾ ക്യൂബിക്കിൻ്റെ വോയിഡ് സ്പേസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ 0.52 ആണ്. അപ്പം ഒരു യൂണിറ്റ് സെല്ലിൻ്റെ 0.52 ഏരിയയും അവിടെ കവർ ചെയ്തേക്കുക. ഏതാണ്? ആറ്റംസ്. അപ്പോൾ റിമൈനിങ് എന്തുവാണ്? 1 - അറ്റോമിക് ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0.48 ഉണ്ടല്ലേ. അപ്പോൾ 0.48 പോർഷൻ അൺഫിൽഡ് ആയിട്ട് കൊടുക്കുക. അതിനെ വോയിഡ് സ്പേസ് എന്ന് പറയുന്നത്. നമ്മൾ വോയിഡ് സ്പേസിനെ നോർമലി പെർസെൻറ്റേജ് ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 - APF × 100 ആണ് വോയിഡ് സ്പേസിൻ്റെ എന്ന് പറയാം. അപ്പം വോയിഡ് സ്പേസ് ഇവിടെ എന്ത് കിട്ടി? 0.48 കിട്ടിയെങ്കിൽ 0.48 × 100 ആയിട്ടുള്ള 48% ആണ് സിമ്പിൾ ക്യൂബിക്കിൻ്റെ വോയിഡ് സ്പേസ്. ഇനി ബോഡി സെൻറ്റേഡിൻ്റെ പറയുകയാണെങ്കിലോ അവിടെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ 0.68, അതായത് 68% അവിടെ ഫില്ലായി കഴിഞ്ഞു. എവിടെയാണ്? ബോഡി സെൻറ്റേഡ് യൂണിറ്റ് സെല്ലിനകത്ത്. റിമൈനിങ് എത്രയുണ്ട്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റിമൈനിങ് എത്രയുണ്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വോയിഡ് സ്പേസ് എത്രയുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 1 - 0.68 × 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 32%.
ഓക്കെ, അപ്പോൾ ബോഡി സെൻറ്റേർഡ് സ്ട്രക്ചറിന് 32% ഭാഗം അല്ലെങ്കിൽ ബോഡി സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 32% ഭാഗം വോയിഡാണ്. ബാക്കി 68%ലാണ് അവിടെ ആറ്റംസ് ഫിൽഡായി കിടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് 0.68 അവിടെ അറ്റോമിക് ഫാക്ടറായിട്ട് കിട്ടുന്നത്. അതേപോലെ ഫേസ് സെൻറ്റേർഡ് ആകുമ്പോഴോ അവിടെ അറ്റോമിക് ഫാക്ടറിന് പോയിൻറ്റ്സ് വേണം. അതായത് 74% അവിടെ ഫില്ലായിട്ട് കിടക്കുക. അപ്പോൾ നമുക്ക് റിമൈനിങ് എത്ര കിട്ടും? 26% വോയിഡ് സ്പേസ് ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ് നോക്കുകയാണെങ്കിലോ അതിനും 0.74 തന്നെയാണ് പാക്ക് ചെയ്തേക്കുന്നത് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം, 26% വോയിഡ് സ്പേസ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ വോയിഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിറ്റ് സെല്ലിനകത്ത് ഫില്ലാവാതെ കിടക്കുന്ന പോർഷൻ. അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നതോ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ എത്രത്തോളം വോളിയം ആറ്റംസ് ഒക്കുപ്പൈ ചെയ്യുന്നു. അപ്പോൾ യൂണിറ്റ് സെല്ലിൻ്റെ വോളിയത്തിൽ എത്രത്തോളം ഒക്കുപ്പൈ ചെയ്യാതെ കിടക്കുന്നോ അതിനെയാണ് നമ്മൾ വോയിഡ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ എങ്ങനെ കണ്ടുപിടിച്ചു? 1 മൈനസ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഇൻറ്റു 100 എന്ന് കണ്ടുപിടിച്ച് നമ്മൾ അതിനെ എത്രത്തോളം വോയിഡ് സ്പേസിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിച്ച് വെച്ചു. ഓക്കെ, താങ്ക് യു.